ഡോക്ടർ ഹെർമൻ ഗുണ്ടനെ പോലെയുള്ള ഒരു ക്രൈസ്തവ മിഷണറി വിദേശത്തു നിന്നെത്തി ഈ പ്രകൃതിയുടെ മനോഹാരിത കണ്ട് ഈ പ്രകൃതിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നപ്പോൾ ആ സർട്ടിഫിക്കറ്റ് പിൽക്കാലത്ത് നമ്മളൊരു പ്ലക്കാർഡായി എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒരിക്കൽ പോലും നമ്മൾ പറയുന്നില്ല ഇത് അദ്ദേഹം പറഞ്ഞതാണ് എന്ന് നമ്മൾ പറയുന്നില്ല. അതൊരു നന്ദികേടാണ്. കേരളം ഒരു നന്ദികെട്ട ഇടമായി മാറരുത് എന്നതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു. ഈ പുസ്തകത്തിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ഹെർമൻ ഗുണ്ടനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ സത്യം ലോകത്തോട് പറയുകയാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടൻ എന്ന ഒരു വലിയ മഹാനായ അദ്ദേഹത്തെ എന്തിനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പത്രപ്രവർത്തകൻ എൻ്റെ നാവിൽ വരികയാണ്. മലയാളം കണ്ട ആദ്യത്തെ പത്രാധിപരാരെന്ന് വെച്ചാൽ ആ ഡോക്ടർ ഹെർമൻ ഗുണ്ടനാണ്. മലയാളത്തിന് ആദ്യം ഒരു ഗദ്യഭാഷ ഉണ്ടാക്കി തന്നത് ആര്? മലയാളത്തിലെ അക്ഷരമാദ്യം ഉണ്ടാക്കി തന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഭാഷ എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നൊക്കെ അന്വേഷിച്ച് പിന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് നിശ്ചയമായിട്ടും മിഷണറിമാരുടെ സവിധത്തിലാണ് എന്ന കാര്യം ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. മലയാളത്തിലെ മൂന്നാമത്തെ പത്രമാണ് ജ്ഞാനനിക്ഷേപം. 1848 പുറത്തു വന്ന ജ്ഞാനനിക്ഷേപം. ജ്ഞാനനിക്ഷേപത്തിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ പെറുക്കി വയ്ക്കാവുന്ന അച്ചുകൾ ഉപയോഗിച്ചുള്ള ഒരു അച്ചടി നമ്മൾ കാണുന്നത്. മലയാളത്തിലെ അച്ചടിച്ച ആദ്യത്തെ പത്രം CMS മിഷണറിമാർ സംഭാവന ചെയ്ത ജ്ഞാനനിക്ഷേപമാണ് എന്ന കാര്യം അഭിമാനത്തോടെ പറയാം.